നമുക്ക് അടുത്ത് ഇനി വേവ് ഫോം നോക്കാം. വേവ് ഫോം ഇവിടെ വരക്കാം. വേവ് ഫോം. അപ്പോൾ വേവ് ഫോം നമ്മൾ സാധാ വരച്ച് തുടങ്ങുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം വോൾട്ടേജിൻ്റെ വേവ് ഫോം വരക്കാം. സീറോ, പൈ, 2π. നമ്മുടെ വോൾട്ടേജിൻ്റെ വേവ് ഫോം വരച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വോൾട്ടേജ് എന്താണ്? Vm sin ωt. ആ ആംഗിളൊക്കെ സെയിം ആണ്. ഇനി നമ്മൾ കറണ്ടിൻ്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ Im sin ωt മൈനസ് 90 ഡിഗ്രി. അതായത് 90 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ π/2. നമുക്കിത് ഡിവൈഡ് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ ഇത് 0 to π ആണ്, ഇത് π/2 എന്ന് അറിയാം. π/2, 2π/2, 3π/2. ഒരു കേസ് 3π/2 എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കറണ്ട് എന്ന് പറയുന്നത് 90 ഡിഗ്രി ലാഗാണ്. അതായത് 90 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ മുന്നോട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അത് ലീഡ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, അത് ലാഗാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എന്താണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാഗാണ്, പുറകിലോട്ടാണ് വരുന്നത്. കറണ്ട് എപ്പോഴും പുറകിലാണുള്ളത്. സോ നമ്മളിപ്പോൾ ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ നോക്കിയാൽ അറിയാൻ പറ്റും, ഓക്കെ കറണ്ട് ഫ്രണ്ടിലാണുള്ളത്, അപ്പോൾ കറണ്ട് ലീഡ് അല്ലേ എന്ന്. അങ്ങനെയല്ല വരുന്നത്. കറണ്ട് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ കറണ്ട് ലാഗാണ്. ഒന്നല്ല, നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മാത്രം നോക്കുക. ഞാൻ ഇവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എന്താണ്? വോൾട്ടേജാണ് ഫസ്റ്റ് എനിക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു പോയിന്റിൽ വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു 90 ഡിഗ്രി ഫേസ് ആംഗിൾ കഴിഞ്ഞതിന് ശേഷമാണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ π/2 നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്പം നമ്മൾ നേരത്തെ റെസിസ്റ്റൻസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. ആ മാഗ്നിറ്റ്യൂഡ് കുറച്ച് വരക്കാം. ഇതാണ് നമ്മളെ കറണ്ടിൻ്റെ വേവ് ഫോം, ഇത് വോൾട്ടേജിൻ്റെ വേവ് ഫോം എന്ന് പറയാം. സോ ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. Im sin ωt മൈനസ് π/2 എന്നുള്ളത്. എന്താണ് ഈ ഒരു കേസ് നോക്കിയാൽ ωt, Vmൻ്റെ sin ωtയും കറണ്ടിൻ്റെ sin ωt കഴിഞ്ഞിട്ട് 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. അത് തന്നെയാണ് ഞാൻ ഇവിടെ വെച്ചത്. Vmൻ്റെ sin ωt ഒക്കെ Vm വേവ് ഫോം പോയി, അതിനുശേഷം 90 ഡിഗ്രി ചേഞ്ച് ചെയ്തിട്ട് കറണ്ടിൻ്റെ വേവ് ഫോം പോയി. അപ്പോൾ എക്സാക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു വേവ് ഫോം മാത്രം ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുന്നതല്ല, എങ്ങനെ വന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് അടുത്തതിന് ഫേസർ ഡയഗ്രം നോക്കാം. ഫേസർ ഡയഗ്രം നമ്മൾ വരച്ച പോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ കേസിലൊക്കെ വരച്ച പോലെ തന്നെ ഫസ്റ്റ് നമുക്ക് വോൾട്ടേജിൻ്റെ ഫേസർ ഡയഗ്രം വരക്കാം. വോൾട്ടേജിൻ്റെ കേസിൽ ഇതാണ് V, ωt എന്ന ചേഞ്ച്, ωt എന്ന ഫേസ് ആംഗിളിൽ നമ്മുടെ വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ആ ഒരു വോൾട്ടേജിൻ്റെ ഫേസർ ഡയഗ്രം കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 90 ഡിഗ്രി ലാഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫേസർ ഡയഗ്രം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ഫേസർ ഡയഗ്രം ആൻറ്റി ക്ലോക്ക് വൈസ് ആണല്ലോ. അപ്പോൾ സപ്പോസ് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വോൾട്ടേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്, വോൾട്ടേജ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വോൾട്ടേജിൻ്റെ 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് നമ്മുടെ കറണ്ട്, അതായത് ഇതിൻ്റെ പിന്നാലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എത്താൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ 90 ഡിഗ്രി ലാഗ് ആയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് നമുക്ക് എക്സാക്റ്റായിട്ട് 90 ഡിഗ്രി വരച്ചിട്ട് നമുക്ക് കറണ്ടിൻ്റെ ഫേസ് ഡയഗ്രം വരക്കാം. നമ്മൾ ആദ്യം വരച്ച റെസിസ്റ്റൻസിൻ്റെ കേസിൽ രണ്ടും ഇൻ ഫേസ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? 90 ഡിഗ്രി ലാഗാണ്, 90 ഡിഗ്രി പുറകിലോട്ടാണ് വരുന്നത്. അതായത് വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് 90 ഡിഗ്രി പുറകിലായിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കേസിൻ്റെ അകത്ത് മനസ്സിലായി, ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ അകത്താണെങ്കിൽ കറണ്ട് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി ലാഗ് ചെയ്തിരിക്കുകയാണ്. കറണ്ട് ഈ ഒരു ഡെഫിനിഷൻ കൂടെ നോക്കണം. കറണ്ട് വോൾട്ടേജിനെക്കാട്ടും ലാഗ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ വോൾട്ടേജ് കറണ്ടിനെക്കാട്ടും 90 ഡിഗ്രി ലീഡ് ചെയ്തിരിക്കുകയാണ്. രണ്ട് കേസ് വരും. ചിലപ്പം ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ട്രിക്കി ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. ഇൻഡക്ടറിൻ്റെ കേസിനകത്ത് വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചാടിക്കാർ ലീഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കപ്പാസിറ്ററിൻ്റെ ആൻസറിലേക്ക് പോകും. അങ്ങനെ പോകാൻ പാടില്ല. അത് പറഞ്ഞ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് രണ്ട് കേസിൽ നമുക്ക് പറയാൻ പറ്റും. വോൾട്ടേജ് കറണ്ടിനെ 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കറണ്ട് വോൾട്ടേജിനെ 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻഡക്ടർ കേസിൽ ലാഗിങ്ങും
കപ്പാസിറ്റർ കേസിൽ ലീഡിങ് എന്നാണ് കേട്ടുകൊണ്ടിരുന്നത്. സോ ഈ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ചോദിച്ച ചോദ്യം എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്തിനാണ് ലീഡ് ചെയ്തിരിക്കുന്നത്, എന്തിനാണ് ലാഗ് ചെയ്തിരിക്കുന്നത് നോക്കാം. നമ്മൾ ഇക്വേഷൻ പെട്ടെന്ന് നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫേസ് ഡയഗ്രാം ഏറ്റവും എളുപ്പം നമുക്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫേസ് ഡയഗ്രാം മാത്രം മനസ്സിലോർത്ത് വെക്കുക, പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ 2 കേസ് നോക്കുക. നമുക്കിനി അടുത്തത് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി ചേഞ്ചിങ് ഒക്കെ ഇങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഫേസ് ഡയഗ്രാം കഴിഞ്ഞു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേവ് ഫോം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന്, അതായത് ഇൻഡക്റ്റീവ് സർക്യൂട്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഇൻഡക്ടർ എന്ന് പറയുന്നത് AC-നെ ബ്ലോക്ക് ചെയ്യും, DC-നെ കടത്തിവിടുന്നതാണ് പറയുന്നത്. നമുക്കത് പറഞ്ഞൊരറിവുണ്ട്, പക്ഷേ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കേസിലേക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ റെസിസ്റ്റൻസിൻ്റെ കേസിൽ അതിൻ്റെ യൂണിറ്റും ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസിൻ്റെ കേസിലാണെങ്കിൽ I = V/R, അല്ലെങ്കിൽ റെസിസ്റ്റൻസിന് നമുക്ക് ഡയറക്റ്റായിട്ട് R = V/I എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഒപ്പോസിഷനാണ്. അതായത് നമ്മുടെ റെസിസ്റ്റൻസ് സർക്യൂട്ടിൻ്റെ അകത്ത് ഒരു ഒപ്പോസിഷനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇൻഡക്റ്റീവിൻ്റെ കേസിലാണെങ്കിൽ എന്താണ് ഒപ്പോസ് ചെയ്യുന്നത്? അവിടെ റെസിസ്റ്റൻസ് അല്ലല്ലോ ഒപ്പോസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ട് റെസിസ്റ്റൻസ് അല്ല അവിടെ ഒപ്പോസ് ചെയ്യുന്നത്, പക്ഷേ ഒരു റിയാക്റ്റൻസ് ആണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മുടെ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു കേസിലേക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് I0 = E/L1/ω. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എവിടെയെങ്കിലും ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ? ഈ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ cos ωt 1 ആവുന്ന കണ്ടീഷനിൽ, അല്ലെങ്കിൽ കറണ്ട് മാക്സിമം ആവുന്ന കണ്ടീഷൻ്റെ അകത്ത് വരുന്ന ഒരു ഇക്വേഷനാണ്. അതായത് നമ്മൾക്കിവിടെ സാധാരണ ഇക്വേഷൻ വെച്ചാൽ E/L × cos ωt / ആയിരുന്നു നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചത്. പക്ഷേ cos ωt 1 ആവുന്ന കണ്ടീഷനാണ് മാക്സിമം കറണ്ട് ഉണ്ടാകുന്നത്. സോ ഈ ഇക്വേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് E എന്ന് മാറ്റി നമുക്ക് V എന്നാക്കാം. നമുക്ക് ആ ഡൗട്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റും. സോ നമുക്ക് ഇതിൻ്റെ അകത്ത് I0 = V/L ω എന്ന് എഴുതാൻ പറ്റുള്ളൂ ഈ ഒരു ഇക്വേഷൻ ഡാറ്റ ഡയറക്റ്റായിട്ട്. സോ നമുക്കിനി എന്താണ് R = V/I എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിവിടെ I0, ഞാൻ ഇക്വേഷൻ മാറ്റിയതാണ്, I0/V, I0 അല്ലെങ്കിൽ I എന്നോ അല്ലെങ്കിൽ I എന്നോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു I എന്ന് കൊടുക്കുകയാണ് മാക്സിമം വോൾട്ടേജിൽ. കാരണം നമുക്കിപ്പോൾ അതിൻ്റെ അകത്തൊരു ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഈ ഒരു L ω എന്ന് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. = 1/L ω. ഞാനത് മാറ്റിയതാണ് V/I. V/I = L ω. ഇതേ ഇക്വേഷനാണ് നമ്മൾ ഇവിടെ കണ്ടെത്തിയത്. ഇത് നമ്മുടെ ഓംസ് ലോ അല്ലെങ്കിൽ നമ്മുടെ പ്യുവർ റെസിസ്റ്റീവ് കേസിൻ്റെ അകത്ത് R = V/I. V/I = R. ഇവിടെയാണ് V/I = R അല്ല, പക്ഷേ L ω ആണ്. L വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡക്റ്റൻസ് ആണ്. എന്താണ് ഒപ്പോസിഷൻ ചെയ്യുന്നത്? അതാണ് ഇൻഡക്റ്റൻസ് ആണ് L എന്ന് പറയുന്നത്. ω എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് തൊട്ടേ പറഞ്ഞിട്ടുണ്ട് ആംഗുലർ ഫ്രീക്വൻസിയാണ് ω എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ L ω ആണ് നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. ഈ L ω നെ ഡയറക്റ്റായിട്ട് ചെയ്യുന്നത് നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ് നമ്മൾ മൊത്തത്തിൽ പറയുന്നത്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL എന്ന്, അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL = L ω, where L = ഇൻഡക്റ്റൻസ്, ω = ആംഗുലർ ഫ്രീക്വൻസി. അപ്പോൾ ഈ 2 കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കണ്ടാൽ തന്നെ നമുക്ക് എന്താ അറിയാൻ പറ്റും? നമ്മുടെ ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ചേഞ്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിനി ഈ ഒരു കേസിൽ തന്നെ തിരിച്ചു പോകും. ഈ V/L = L ω എന്ന കേസിൽ തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ തന്നെ ഡയറക്റ്റ് എടുത്തിട്ട് നമ്മളെ AC-യുടെ അകത്ത് ബ്ലോക്ക് ചെയ്യുന്നു. DC-യുടെ കേസിൽ അലോ ടു പാസ്. ഈ 2 കണ്ടീഷൻ നമുക്ക് എങ്ങനെ വരുന്നെന്നുള്ള കണ്ടീഷൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് കറണ്ടിൻ്റെ ഫ്ലോ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കറണ്ടിനെ പാസ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടോ എന്ന കേസാണ് നോക്കേണ്ടത്. സോ ഞാനിവിടെ കേസിൻ്റെ അകത്ത് ഐയുടെ കേസിനകത്ത് എടുക്കുകയാണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഇക്വേഷൻ വേണം എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനകത്ത് നിന്ന്
ഐയുടെ ഇക്വേഷൻ മാത്രം എടുക്കുകയാണ്. I/V is equal to 1/L omega. So I is equal to V/L omega. ഈ ഒരു കണ്ടീഷനകത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് കേസ് എടുക്കുകയാണ് എ സിയുടെ കേസിനകത്ത് എന്താണ് ഫ്രീക്വൻസി. എ സിൻ്റെ അകത്ത് ഫ്രീക്വൻസി ഉണ്ടല്ലോ, നമുക്ക് വേരി ചെയ്യുന്ന 50, നമ്മൾ ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന 50 Hz, അമേരിക്കയിൽ ഉപയോഗിക്കുന്ന 60 Hz എന്നൊക്കെ നമ്മൾ പണ്ട് ഉന്നത ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. സോ എ സിയുടെ കേസിൽ ഫ്രീക്വൻസി ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കറണ്ടിന് സംഭവിക്കുന്നതെന്ന് ഈ ഒരു കേസിൽ തന്നെ നോക്കിയാൽ മതി. നമുക്ക് കറണ്ട്, ഞാൻ ഇതിൻ്റെ അകത്ത് ഡിറൈവ് ചെയ്യുന്ന I ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. നമ്മളിവിടെ ഇൻഡക്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നില്ല, വോൾട്ടേജ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫ്രീക്വൻസി മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്ന കേസാണ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഞാൻ ഈ ഒരു ഇക്വേഷൻ എടുക്കുകയാണ്. എ സിയുടെ കേസിലാണെങ്കിൽ എ സിയുടെ ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്, ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ, ഫ്രീക്വൻസി ഹൈ ആയിക്കഴിഞ്ഞാൽ കറണ്ട് കുറവായിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കുറവായിരിക്കും. എ സിയുടെ കേസിൽ എന്താണ്, ഫ്രീക്വൻസി കൂടുതലാണ്, സോ കറണ്ട് കുറയും. അപ്പോൾ എന്താണ്, കറണ്ട് ഫ്ലോനെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. സോ എ സിയുടെ അകത്ത് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഡി സിയുടെ കേസ് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഡി സിയുടെ കേസിൽ കമ്പയർ നോക്കുകയാണെങ്കിൽ ഡി സിയിൽ ഒമേഗ അല്ലെങ്കിൽ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയുന്നത് നമുക്ക് ഫ്രീക്വൻസി. ഡി സിയുടെ കേസിൽ, പ്യുവർ ഡി സിയുടെ കേസിൽ നമുക്ക് ഫ്രീക്വൻസി ഇല്ല. സോ ഫ്രീക്വൻസി നെഗ്ലിജിബിൾ ആകുന്ന കണ്ടീഷൻ്റെ അകത്ത് കറണ്ട് ഹൈ ആയിരിക്കും, അതായത് കറണ്ടിനെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നു, അത്രയും കറണ്ട് അതുവഴി ഫ്ലോ ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ഇതിനെ എ സിയിൽ ഡോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഡി സിയിൽ പാസ് ചെയ്യാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രം V/I is equal to L omega. വേറെ ഇക്വേഷൻ ഓർമ്മിക്കേണ്ട, നമുക്കറിയാം V/I is equal to R. ആ ഒരു ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഓംസ് ലോ പ്രകാരം. അതുപോലെ തന്നെ V/I is equal to L omega. ഈ ഒരു ഇൻഡക്ടറിൻ്റെ കേസിൽ L omega എന്ന് എടുക്കുക. ഒമേഗ എന്ന ആംഗുലർ ഫ്രീക്വൻസിയാണ്, L എന്ന് വെച്ചാൽ ഇൻഡക്റ്റൻസ് ആണെന്നുള്ള കേസ് മാത്രം നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്കൊരു ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തനുസരിച്ച് പിന്നെ നമുക്ക് രണ്ട് കേസിലെടുത്ത് നോക്കാം. എ സി കേസിൽ എന്താണ്, എ സി കേസിൽ ഫ്രീക്വൻസി ഉണ്ട്, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്ന നേരം കറണ്ട് എന്ത് സംഭവിക്കുന്നു, കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഡി സിയുടെ കേസ് ഫ്രീക്വൻസി ഇല്ല, അപ്പോൾ കറണ്ടിനെ പാസ് ചെയ്യാൻ സമ്മതിക്കുന്നു. സോ നമുക്ക് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. ഇതെപ്പോഴും ഓർത്ത് വെക്കുക, നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു ഇക്വേഷൻ, ഈ ഒന്നോ രണ്ടോ ഇക്വേഷൻസ് മാത്രം ഞാൻ ഒരുപാട് ഇക്വേഷൻ ഞാൻ എഴുതുന്നുണ്ട്, പക്ഷേ ഈ ഒരു ഇക്വേഷൻ ഒന്നും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, ജസ്റ്റ് വേണ്ട കാര്യങ്ങൾ മാത്രം. കാരണം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എ സി ബ്ലോക്ക് അല്ലെങ്കിൽ ഡി സി പാസ് ചെയ്യുന്നത് ഏതിലാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ അത് മാത്രം ഓർത്ത് വെക്കാൻ ശ്രമിക്കും. ഇനി നമ്മൾ അടുത്ത ഇതിൻ്റെ പവർ ആൻഡ് പവർ ഫാക്ടർ ഓഫ് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് പവർ ആൻഡ് പവർ ഫാക്ടറിനെ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ പറഞ്ഞുതരാം, പവറും പവർ ഫാക്ടറും പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ അകത്ത് 0 ആയിരിക്കും. അപ്പോൾ ഈ 0 വരുന്ന കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ഇതിൽ പറയാൻ പറഞ്ഞതാണ്, യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഓം ആണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സലിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. റെസിസ്റ്റൻസ് പോലെ തന്നെ ഓം ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി പവർ അല്ലെങ്കിൽ പവർ ഫാക്ടറിൻ്റെ കേസിലേക്ക് നമുക്കൊരു പവർ വേവ് ഫോം എങ്ങനെയായിരിക്കും വരുന്നത് നോക്കാം. അപ്പം ആദ്യം വരച്ച പോലെ തന്നെ വേവ് ഫോമിൻ്റെ കണ്ടീഷൻ്റെ അകത്ത് ഞാൻ ഇവിടെ π/2 3π/2 ഇവിടെ വരച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വോൾട്ടേജ് വേവ് ഫോം, ഇത് നമ്മൾ കറണ്ടിൻ്റെ വേവ് ഫോം. ഇത് നമ്മൾ കറണ്ടിൻ്റെ വേവ് ഫോം. നമ്മൾ മുന്നേ വരച്ചതിന് 90 ഡിഗ്രി മാറിയിട്ട് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് നമുക്കിനി പവറിൻ്റെ വേവ് ഫോം എങ്ങനെ വരുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു പവറിൻ്റെ വേവ് ഫോം വരുന്നത് സിമ്പിളായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളറിയാം വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ പവർ. P is equal to VA ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വോൾട്ടേജ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കറണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇത്രയും ഭാഗത്ത് എനിക്ക് വോൾട്ടേജിൻ്റെ പ്രസൻസ് ഉണ്ട്. പിന്നെ ഇവിടം വരെയാണ് എനിക്ക് അടുത്ത പ്രസൻസ്, വോൾട്ടേജും കറണ്ടും ഒരേ സമയത്ത് വരുന്നത്. ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു നെഗറ്റീവ് ഹൗസ് സൈക്കിളാണ് വോൾട്ടേജ് ഉള്ളത്. സോ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പം ഇത്രയും കണ്ടീഷൻ്റെ അകത്ത് എനിക്ക് വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പ്രസൻസ് ഉണ്ട്. സോ നമുക്കതിന് മൾട്ടിപ്ലൈ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ പവറിൻ്റെ വേവ് ഫോം ഇതുപോലെ കിട്ടും. ഈ വേവ് ഫോം നമുക്ക് കംപ്ലീറ്റ് ആക്കി വരച്ചു കഴിഞ്ഞാൽ
ഇതാണ് നമ്മൾ പവറിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത്. ചിത്രം കണ്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ആവണ്ട, ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം ഈ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ വോൾട്ടേജിൻ്റെ കേസ് നോക്കാം. വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ എത്തുന്ന സമയത്ത് കറണ്ടിൻ്റെ വാല്യൂ എന്താണ്? കറണ്ട് അവിടെ 0 ആണ്. അതേ കണ്ടീഷൻ തന്നെ കറണ്ട് മാക്സിമം ആവുന്ന കണ്ടീഷൻ ആണല്ലോ. കറണ്ട് മാക്സിമം ആവുന്ന കണ്ടീഷൻ്റെ അകത്ത് വോൾട്ടേജ് 0 ആണ്. അതായത് നമ്മുടെ എക്സ് ആക്സിസിൽ വന്ന് നിൽക്കുകയാണ്, 0 കണ്ടീഷനിലേക്ക് ഡിക്ലൈൻ ചെയ്ത് 0 എത്തിയിരിക്കുകയാണ്. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് 90 ഡിഗ്രി ലാഗിലാണ് ഉള്ളത്, അല്ലെങ്കിൽ 90 ഡിഗ്രി ലീഡ് വരുന്ന കണ്ടീഷനിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. സോ നമ്മളിതിൻ്റെ പവർ വേവ് ഫോം വരക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പവർ വേവ് ഫോമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആൾട്ടർനേഷൻ മാത്രം എടുക്കാം. ആൾട്ടർനേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു കംപ്ലീറ്റ് സൈക്കിളിൻ്റെ ഒരു ഹാഫ് സൈക്കിളിൽ മാത്രമാണ് പറയുന്നത് ആൾട്ടർനേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ആൾട്ടർനേഷൻ്റെ കണ്ടീഷനിൽ മാത്രം ഞാൻ ഫസ്റ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പവർ വേവ് ഫോമിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രം എടുക്കാം. ഈ ഒരു ആൾട്ടർനേഷൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ എന്താണ് സർക്യൂട്ട് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് ആൾട്ടർനേഷൻ്റെ കണ്ടീഷൻ്റെ അകത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇത് നോക്കണ്ട, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് ആൾട്ടർനേറ്റ് സമയത്ത് പോസിറ്റീവിലാണ് നമ്മുടെ പവർ വേവ് ഫോം ഉള്ളത്. സോ ഞാൻ ഇവിടുന്ന് സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ സപ്ലൈ കൊടുത്തിട്ട് എന്താണ് ഈ ഒരു ഇൻഡക്ടറിൻ്റെ അകത്ത് പവർ സ്റ്റോർ ചെയ്തേക്കാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ പോലെ പവർ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ഇല്ല, ഒരു ക്വാർട്ടർ സൈക്കിൾ, അതായത് 4 ഭാഗമായിട്ട് അതിൻ്റെ ക്വാർട്ടർ സൈക്കിളിൽ മാത്രം ഈ ഒരു പവറിനെ മാഗ്നറ്റിക് ഫീൽഡായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതേ ഹാഫ് സൈക്കിളിൻ്റെ തന്നെ പവറിൻ്റെ സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ, കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല, ഞാൻ ആൾട്ടർനേഷനാണ് പറഞ്ഞിരിക്കുന്നത്, അതിന് 2ആയിട്ട് മാറ്റിയിട്ടുള്ളൂ. അതിലൊന്നിൻ്റെ കേസ് പറഞ്ഞു പവർ സ്റ്റോർ ചെയ്തു, രണ്ടാമത്തെ കേസാണ് നെഗറ്റീവ് വരുന്ന കേസ്. നമുക്ക് ഇങ്ങോട്ട് വെക്കാം, നെഗറ്റീവ് വരുന്ന കേസ്. ഈ ഒരു കേസിൻ്റെ അകത്ത് എന്താണ്, ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പവർ എന്ന് പറയുന്നത് തിരിച്ച് സോഴ്സിലേക്ക് പോകും, തിരിച്ച് സോഴ്സിലേക്കും സോ ഡിമിനിഷ് ചെയ്യും. അതായത് അവിടെ ഒരു പവർ സ്റ്റോറിങ് അവിടെ നടക്കുന്നില്ല. ഇത് രണ്ട് പ്രൊസീജിയർ നടക്കുന്നത് ഒരു ഹാഫ് സൈക്കിളിൻ്റെ ഇടയിലാണ്. സോ നമ്മൾ ഇതിൻ്റെ ഒരു ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഹാഫ് സൈക്കിളിൻ്റെ ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പവറിൻ്റെ ആവറേജ് എടുത്ത് നോക്കിയാൽ അവിടെ പവർ 0 ആയിരിക്കും. അതായത് ഒരു ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ തന്നെ പവർ സപ്ലൈയും ചെയ്യുന്നുണ്ട്, പവർ തിരിച്ചെടുക്കുക, സോഴ്സിലേക്ക് തിരിച്ച് വരികയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കേസാണ് പറഞ്ഞത്, അതിൻ്റെ എന്തുകൊണ്ടാണെന്നുള്ള കേസാണ് പറഞ്ഞിരിക്കുന്നത്. 90 ഡിഗ്രി ഒരു ഫേസ് ഷിഫ്റ്റ് വരുന്നതുകൊണ്ടാണ്. ഈ ഒരു കേസിനകത്ത് അറിയാം, രണ്ടും നമുക്ക്, അല്ലെങ്കിൽ വോൾട്ടേജും കറണ്ടും പോസിറ്റീവ് വാല്യൂലാണ്. ഇതിൻ്റെ ഇതേ ഫേസ് തന്നെ നോക്കുകയാണെങ്കിൽ എന്താണ്, കറണ്ട് വോൾട്ടേജ് പോസിറ്റീവിലും കറണ്ട് നെഗറ്റീവിലാണുള്ളത്. സോ അതുകൊണ്ടാണ് ഈ പവറിൻ്റെ കേസിലും ഇതുപോലെ തന്നെ വന്നിരിക്കുന്നത്. എന്താണ്, രണ്ട് കേസിൻ്റെ അകത്തും, അല്ലെങ്കിൽ ഒരു ആൾട്ടർനേഷൻ്റെ 2 ഹാഫ് സൈക്കിളിൻ്റെ സമയത്തും നമുക്കവിടെ പവർ 0 ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇൻഡക്ടർ സർക്യൂട്ടിൻ്റെ അകത്ത് പവർ 0 ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു പവർ 0 വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. 0 വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കണ്ടീഷൻ നോക്കാം. ഇപ്പോൾ പവർ P = VI ആണെന്നറിയാം. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിയുടെ ഇക്വേഷൻ V = Vm sin ωt എന്നറിയാം. I = Im sin ωt മൈനസ് π/2 അല്ലെങ്കിൽ 90 ഡിഗ്രി എന്നറിയാം. അപ്പം P = നമുക്ക് ഡയറക്റ്റ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. Vm sin ωt ഇൻറ്റു Im sin ωt മൈനസ് π/2. അപ്പം ഈ sin ωt മൈനസ് π/2 എന്നുള്ള നമുക്ക് മാറ്റിയിട്ട് കോസിൻ്റെ കണ്ടീഷനിലേക്ക് പോകാം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് cos θ = sin θ മൈനസ് 90 ഡിഗ്രി, അല്ലെങ്കിൽ sin 90 മൈനസ് θ എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം. സോ അത് നമുക്ക് അതുപോലെ തന്നെ മാറ്റി എഴുതാം. Pm നമ്മൾ ഈ ഒരു കണ്ടീഷൻ്റെ അകത്തു നിന്നാണ് നമ്മൾ മാറ്റി അങ്ങോട്ട് എഴുതി, നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ മാറ്റി എഴുതുകയാണ്. sin ωt ഇൻറ്റു Im cos ωt. നമ്മൾ Vm Im പുറത്തെടുക്കുകയാണ്. Vm Im sin ωt ഇൻറ്റു cos ωt. അപ്പം Vm Im sin ωt എന്ന കണ്ടീഷൻ ഞാൻ മാറ്റി ചെയ്താണ്. ഈ sin ωt cos ωt വേറെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്താണ് 1/2 sin 2 ωt = sin ωt ഇൻറ്റു cos ωt
എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇത് ജസ്റ്റ് ഒമേഗ ടി എന്ന് നോക്കണ്ട, നിങ്ങൾ തീറ്റ എന്ന് ഓർമ്മ ചോദിച്ചാൽ തീറ്റ ഓർമ്മിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ പെട്ടെന്ന് കിട്ടും. ഞാനിപ്പം ഒമേഗ ടി ആയതുകൊണ്ടാണ് ഒമേഗ ടി എടുത്തിരിക്കുന്നത്. സോ ഇക്വേഷൻ വി എം ഐ എം സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി മാറ്റി എഴുതാണ് ഇൻറ്റു 1/2 സൈൻ 2 ഒമേഗ ടി എന്ന് എഴുതാണ്. ജസ്റ്റ് ഒന്നുകൂടി മാറ്റിയതാണ്. വി എം ഐ എം ഡിവൈഡ് ബൈ 2, ഈ 2നെ ഡിവൈഡ് ചെയ്തു സൈൻ 2 ഒമേഗ ടി. ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 90 ഡിഗ്രിയാണ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്. അതായത് ഒമേഗ ടി എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. സോ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. സോ ഇവിടെ എന്താണ് സൈൻ 2 ഒമേഗ ടി ആണ്. സൈൻ 2 ഒമേഗ ടി ഈസ് ഈക്വൽ ടു സൈൻ 2 ഇൻറ്റു 90 ഈസ് ഈക്വൽ ടു സൈൻ 180. സൈൻ 180 ഈസ് ഈക്വൽ ടു 0 ആണ്. സൈൻ 180ൻ്റെ വാല്യൂ 0 ആണ്. സോ ഇവിടെ നമുക്ക് ഈ ഒരു സൈൻ 180 ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി എം ഐ എം ബൈ 2 ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0. ഇതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പ്യുവർ ഇൻഡക്റ്റീവിൻ്റെ കേസിൻ്റെ അകത്ത് പവറിൻ്റെ ഇക്വേഷൻ 0 ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്യുവർ ഇൻഡക്റ്റീവിൻ്റെ കേസിൽ നിന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം പ്യുവർ ഇൻഡക്റ്റീവിൽ മാത്രമാണ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ആംഗിൾ എക്സാക്റ്റ് 90 ഡിഗ്രി വരുന്നുള്ളൂ. അത് നമ്മൾ പ്യുവർ എന്നുള്ള എടുത്തെടുത്ത് പറയുന്നത്. പ്യുവർ കപ്പാസിറ്റീവ് ആണെങ്കിലും പ്യുവർ ഇൻഡക്റ്റർ ആണ് നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പവർ നമുക്ക് 0 ആയി കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരിക്കലും പ്യുവർ ഇൻഡക്റ്റീവോ പ്യുവർ കപ്പാസിറ്റീവ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിലെന്തെങ്കിലും ലോസൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും ഇതൊരു ഐഡിയൽ കേസാണ്. ആ ഒരു കേസിൻ്റെ അകത്ത് പവർ 0 ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ പവർ ഫാക്ടർ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ തന്നെ ഇതാണ് പവർ ഫാക്ടർ. നേരത്തെ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. പി ഈസ് ഈക്വൽ ടു വി ഐ കോസ് തീറ്റ. അപ്പോൾ ഇതിൽ പവർ ഫാക്ടർ എന്ന് നമ്മൾ പറയുന്നത് കോസ് തീറ്റ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് തീറ്റയുടെ വാല്യൂ എന്താണ് 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫേസ് ആംഗിൾ പ്യുവർ ഇൻഡക്റ്റീവിൻ്റെ കേസിൽ ഫേസ് ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ ഞാനിവിടെ 90 ഡിഗ്രി എടുക്കുകയാണ്. കോസ് 90 ഈസ് ഈക്വൽ ടു 0. സോ എന്താണ് ഇവിടെ പവർ ഫാക്ടറും 0 ആണ്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക പ്യുവർ ഇൻഡക്റ്റീവിൻ്റെ കേസിൻ്റെ അകത്ത് പവറും പവർ ഫാക്ടറും 0 ആയിരിക്കും. ആ 0 വരാനുള്ള കാരണം എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വേവ് ഫോം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഡെഫിനേഷൻ ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഡെഫിനേഷനൊന്നും കൂടുതലായിട്ട് പോകണ്ട. നമ്മൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോൾ ആ ഒരു കേസിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് വന്നത് എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് അടുത്തതിന് നമുക്ക് പ്യുവർ കപ്പാസിറ്റീവിൻ്റെ കേസിലേക്ക് പോകാം. ഏകദേശം ഈ ഒരു കാര്യം വരെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്ന പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് ഇക്വേഷൻസ് എങ്ങനെ വന്നു എന്നല്ല എവിടെ നിന്ന് വന്നു എന്നുള്ള കേസ് മാത്രം ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കപ്പാസിറ്റീവിൻ്റെ കേസിലേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് AC ത്രൂ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് കഴിഞ്ഞു, ഇൻഡക്റ്റൻസ് കഴിഞ്ഞു. ഇനി നമ്മൾ കപ്പാസിറ്റി സർക്യൂട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ വരച്ച പോലെ തന്നെ നമുക്ക് സിമ്പിൾ സർക്യൂട്ട് വരച്ച് നമുക്ക് ഒരു ഐഡിയ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇതാണ് കപ്പാസിറ്റർ സിമ്പിളെല്ലാം ഓർത്ത് വെക്കുക. കപ്പാസിറ്റർ സിമ്പിളാണ്. നമ്മുടെ AC സോഴ്സ് കണക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സപ്ലൈ കൊടുക്കുകയാണ്. അപ്പം നമുക്ക് കപ്പാസിറ്ററിൻ്റെ ഒരു കാറ്റഗറീസ് പറയുകയാണെങ്കിൽ കപ്പാസിറ്ററിൽ ചാർജ് സ്റ്റോർ ചെയ്യുന്നതാണ് ചാർജ് ഈസ് ഈക്വൽ ടു C ഇൻറ്റു V ആണ്. കപ്പാസിറ്ററിൽ ചാർജ് സ്റ്റോർ ചെയ്യുന്ന കേസാണ് Q ഈസ് ഈക്വൽ C ഇൻറ്റു V. നമ്മുടെ ഇൻഡക്ടറിൻ്റെ കേസിൽ എന്താണ് പഠിച്ചിരിക്കുന്നത്? -L di/dt ആയിരുന്നു. ഇത് വെച്ചിട്ടാണ് നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നത്. നമ്മൾ കപ്പാസിറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കറണ്ടിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. സോ Q ഈസ് ഈക്വൽ C ഇൻറ്റു V. C എന്ന് വെച്ചാൽ കപ്പാസിറ്റൻസ്, V ഈസ് ഈക്വൽ ടു അപ്ലൈഡ് വോൾട്ടേജ് ആണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ്. Q ഈസ് ഈക്വൽ ടു ചാർജ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കറണ്ടിൻ്റെ ഇക്വേഷൻ കിട്ടും. അതായത് dQ/dt ഈസ് ഈക്വൽ ടു d/dt ഓഫ് CV എന്ന് വെച്ചാൽ dQ/dt എന്ന് വെച്ച് കഴിഞ്ഞാൽ dQ/dt ചാർജ് പെർ യൂണിറ്റ് ടൈമിനെയാണ് dQ/dt നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഈ ചാർജ് പെർ യൂണിറ്റ് ടൈമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. ചാർജ് പെർ യൂണിറ്റ് ടൈമാണ് കറണ്ട് അല്ലെങ്കിൽ I.
സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ക്യൂ ചാർജിനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. എന്തിന്? ചാർജ് പെർ യൂണിറ്റ് ടൈമിലേക്ക് മാറ്റാൻ. അങ്ങനെ കഴിഞ്ഞാൽ നമുക്കിവിടെ കറണ്ടിൻ്റെ ഇക്വേഷൻ കണ്ടെത്താൻ പറ്റും. സോ ഈ dQ/dt നമുക്ക് I എന്ന് മാറ്റി എഴുതാം. I is equal to d/dt of CV. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ വിയുടെ കേസിൽ വി നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V is equal to Vm sin ω t ആണ്. അതിൽ ചേഞ്ച് ഇല്ല. നമ്മൾ കറണ്ടിൻ്റെ കേസിൽ മാത്രമാണ് ചേഞ്ച് വരാൻ സാധ്യതയുള്ളൂ, ചേഞ്ച് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കറണ്ട് വോൾട്ടേജ് അതുപോലെ തന്നെ എടുക്കുക. സോ നമുക്കിവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. d/dt of C into Vm sin ω t. Vm sin ω t. ഇതിലെ സീനും Vmനെ ഞാൻ മാറ്റിയെടുക്കുകയാണ്. d/dt of sin ω t. d/dt of sin ω t is equal to cos ω t into omega. Equal to C Vm omega cos ω t. cos ω t into ഒമേഗയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഒമേഗ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നുള്ളൂ. cos ω t എന്ന് എഴുതി. നമുക്കിനി cos ω t നമുക്ക് മാറ്റി എഴുതാം. cos ω t നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസിലൊക്കെ മാറ്റി എഴുതി തന്നെ cos ω t is equal to sin θ plus 90 അല്ലെങ്കിൽ sin 90 plus θ, അങ്ങനെ ഏതെങ്കിലും കേസ് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ sin θ plus 90 ഡിഗ്രി എടുക്കുകയാണ്. θ എന്ന് വെച്ചാൽ ω t ആണ്. അപ്പം C Vm omega cos ω t എന്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്? sin θ plus 90. sin θ എന്നുള്ളത് ω t എന്ന് മാറ്റിയതാണ്. ω t plus 90. ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരെ എല്ലാവർക്കും മനസ്സിലാകുന്നത്. കാരണം പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ CV എന്ന ഇക്വേഷൻ V നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് V എന്ന് പറയുന്നത് Vm sin ω t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിയും വിയും മാറ്റി എഴുതി. d/dt of sin ω t എന്ന് വെച്ചാൽ cos ω t. cos ω t into ഒമേഗ ആണ്. ആ ഒമേഗ കൂടെ നമ്മളിങ്ങോട്ട് മാറ്റി എഴുതി. സോ C Vm omega into cos ω t. ആ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ cos ω t നമ്മൾ മാറ്റി sin θ plus 90 ഡിഗ്രി എന്ന കണ്ടീഷനിലേക്ക് മാറ്റി. അതുവരെയാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്ത കേസിൽ മാക്സിമം കറണ്ട് ഉണ്ടാകുന്ന കേസ് എപ്പോഴാണ്? നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസിലും പറഞ്ഞാണ് മാക്സിമം കറണ്ട് ഉണ്ടാകുന്ന കേസ് ഉണ്ടെങ്കിൽ cos ω t എന്ന് പറയുന്നത് 1 ആകുന്ന കണ്ടീഷനാണ്. അതായത് cos ω t is equal to 1 ആകുന്ന കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുത്ത് നോക്കാം. മാക്സിമം കറണ്ട് Im നമുക്ക് ഉണ്ടാകുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ cos ω t അല്ലെങ്കിൽ cos 90 എന്ന് വെച്ചാൽ 1 ആണ്. ആ ഒരു കണ്ടീഷനിൽ cos ω t 1 ആകുന്ന കണ്ടീഷനിലാണ് cos ω t 1 ആകുന്ന കണ്ടീഷനിലാണ് നമുക്ക് മാക്സിമം കറണ്ട്. സോ ഇവിടെ C Vm omega മാക്സിമം കറണ്ട് Im is equal to C Vm omega into 1 ആണ്. cos ω t 1ൻ്റെ കേസിൽ എടുത്തിരിക്കുകയാണ്. നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസിലേക്ക് എടുത്ത പോലെ തന്നെയാണ്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്പറിന് 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എനിക്ക് ഡയറക്റ്റായിട്ട് 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം 2 in 1, അതായത് രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ വരുന്ന ഇക്വേഷൻ ഐക്ക് വരുന്ന ഇക്വേഷൻ I is equal to Im C Vm omega. C Vm omega എന്ന കണ്ടീഷനിലേക്ക് മാറി Im എന്ന് കൊടുത്തു. Im sin ω t plus 90. അപ്പോൾ നമ്മൾ എന്താണ് കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതും വോൾട്ടേജിൻ്റെ ഇക്വേഷനായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. V is equal to Vm sin ω t ആണ്. I is equal to Im sin ω t plus 90 ഡിഗ്രി ആണ്. സോ ഈ ഒരു കണ്ടീഷൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ω t പ്ലസ് 90 ഡിഗ്രിയാണ്. സോ കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യുകയാണ് വോൾട്ടേജിന്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പ്ലസ് 90 ആണ്. അതായത് കറണ്ട് വോൾട്ടേജിൻ്റെ ω t സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം വോൾട്ടേജിൻ്റെ ω t കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ ആണ് നമ്മുടെ കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സപ്ലൈ കൊടുത്തിട്ട് ഫസ്റ്റ് കറണ്ട് പാസ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ വഴി കറണ്ട് പാസ് ചെയ്ത്
ഒരു 90 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പൊട്ടൻഷ്യൽ ഇൻക്രീസ്, അതായത് വോൾട്ടേജ് നമ്മൾ അതിൻ്റെ അകത്ത് കപ്പാസിറ്ററിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് കറണ്ട് പോയതിന് ശേഷം പിന്നെ പതുക്കെയാണ് നമ്മുടെ വോൾട്ടേജ് ബിൽഡ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നത്, 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നത്. ഇൻഡക്ടറിൻ്റെ കേസ് ആണെങ്കിൽ കറണ്ട് വോൾട്ടേജിനെ 90 ഡിഗ്രി ലാഗ് ചെയ്യായിരുന്നത്. ആദ്യം വോൾട്ടേജ് പോയി പിന്നെ കറണ്ട് വന്നതാണ്. ഇതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം 90 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷനകത്ത് ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കറണ്ടിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ വോൾട്ടേജ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കി ലീഡാണോ ലാഗ് ആണോ എന്നുള്ള കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തത് എന്താണ് ഇതിൻ്റെ വേവ് ഫോമും പിന്നെ ഫേസർ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നതെന്നും പിന്നെ ഇതിൻ്റെ യൂണിറ്റും ഇത് AC യിലും DC യിലും ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എങ്ങനെയാണെന്നുള്ള കണ്ടീഷൻ നോക്കാം.